ഹായ് ഹലോ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ട് റവ കേസരി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമുക്കതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് നല്ലോണം വറുത്തെടുക്കാം. ഇത് വറുത്ത് മാറ്റിയ ശേഷം ഇതേ പാനിൽ തന്നെ 1 കപ്പ് റവയാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അടി പിടിക്കാതെ നല്ല സോഫ്റ്റായി കിട്ടാനാട്ടോ വറുത്തെടുക്കുന്നത്. ഇത് നല്ലോണം വറുത്ത് മാറ്റിയ ശേഷം ഇതേ പാനിലോട്ട് തന്നെ നമുക്ക് 2.5 കപ്പ് വെള്ളം ഒഴിക്കാം. അത് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് റവക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ കണക്ക്. വെള്ളം നല്ലോണം തിളച്ച് വന്ന ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവയുണ്ടല്ലോ അത് ഇതിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കൈ വിടാതെ മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഈ റവ പറഞ്ഞ സാധനം വേഗം കട്ടി പിടിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്കിത് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഞാനിവിടെ യെല്ലോ കളർ ആട്ടോ എടുത്തിരിക്കുന്നത്, ഫുഡ് കളറായിട്ട്. നമുക്ക് അതും ഇതിലോട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം 1 കപ്പ് പഞ്ചസാര ആട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മധുരത്തിന് ആവശ്യമുള്ളത് എടുക്കാം. ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അതും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അതിലോട്ട് നമ്മൾ ഏലക്കപ്പൊടി ചേർക്കണം കേട്ടോ. ഞാനത് വീഡിയോയിൽ സ്കിപ്പായിട്ടുണ്ട്. ഏലക്കപ്പൊടിയും കൂടി പൊടിച്ച് ചേർക്കണം. പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലോട്ട് ചേർക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സിമ്മിലായിരിക്കണം കേട്ടോ. അവസാനമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. സിമ്പിൾ റെസിപ്പിയാണേ. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണേ. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്.